ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്ന് രാവിലെ ഞാൻ ബാങ്ക് നിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓൾമോസ്റ്റ് 53,000 റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്ന് ക്ലോസിംഗ് ആണെന്ന് ഞങ്ങൾക്കറിയാലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പം ആ ഒരു ഹൈയിലേക്ക് ബാങ്ക് നിഫ്റ്റി പോയത്. ഇന്ന് മെയിൻലി കാണാൻ സാധിച്ച മാർക്കറ്റിൽ സിമെൻറ്റ് സ്റ്റോക്സ് ആണ്. പിന്നെ ഓഫ്കോഴ്സ് റിലയൻസ് മാർക്കറ്റിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നു. റിലയൻസ് മാത്രമല്ല, എയർടെൽ, ഭാരതി എയർടെൽ നന്നായിട്ട് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു. മാർക്കറ്റ് എനിക്ക് ഐ ജസ്റ്റ് വാണ്ട് ടു നോ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നതിനെ കിട്ടുമ്പോൾ ഒരു മിനിറ്റ് എനിക്ക് നിങ്ങൾ ട്രേഡേഴ്സിനോട് പറയാനുള്ളത്. ചില ട്രേഡേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട് മാർക്കറ്റിൽ വളരെ സക്സസ്ഫുൾ ട്രേഡേഴ്സ് ഉണ്ട്. ചില ട്രേഡേഴ്സിന് അതുപോലെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദേ ആർ വെരി എക്സ്ട്രീംലി സക്സസ്ഫുൾ ട്രേഡേഴ്സ്. നമ്മുടെ നാട്ടിലുള്ള ട്രേഡേഴ്സ് ഉണ്ട്. അവരൊരു പ്രധാന ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള എക്സ്ട്രീംലി സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡർ എന്ന് വെച്ചാൽ അവർ മാർക്കറ്റിലെപ്പം ഫുള്ളി ഫോക്കസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. 5 മണിക്കൂർ മാർക്കറ്റിൽ ഫുൾ ഫോക്കസ്ഡാണ്. അവർക്ക് വേറൊരു ഡിസ്ട്രാക്ഷൻ ഇല്ല, വേറെ ഒന്നും ഇല്ലാത്ത കൂട്ടർക്ക് മാത്രമേ ഇത് ട്രേഡ് ചെയ്യാൻ പറ്റൂ, അങ്ങനെ ട്രേഡ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആക്കാൻ പറ്റും. അല്ലാത്ത കൂട്ടർക്ക് ട്രേഡ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു ഒരു റിക്കുലിയൻ ടാസ്ക്കാണ്. നിങ്ങളൊരു പാർട്ട് ടൈമായി ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചെയ്യാണ്ടിരിക്കുന്നതല്ല. കാരണം വെച്ചാൽ പാർട്ട് ടൈമായി ട്രേഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ പൈസ മാർക്കറ്റിങ്ങിലെടുക്കുന്നത് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടില്ല പൈസ. സോ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഡ്വൈസ് ചെയ്യാനുള്ളത്, നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫുള്ളി ഫോക്കസ്ഡ് ചെയ്തിട്ട് മാർക്കറ്റിൽ തന്നെ ഇരിക്കണം. പിന്നെ ഞാൻ രാവിലെ എൻ്റെ ബാങ്ക് നിഫ്റ്റിനെ കുറിച്ച് എല്ലാ ദിവസവും ഞാനൊരു മോർണിംഗിൽ അപ്ഡേറ്റ് തരുന്നതായിരിക്കും, ബാങ്ക് നിഫ്റ്റി ലെവൽസിനെ കുറിച്ചിട്ട്. പക്ഷെ ഞാൻ പറയുന്ന ലെവൽസൊക്കെ നിങ്ങൾ 1-2 ദിവസം കീപ്പ് ചെയ്യാൻ പാടും. കാരണം ഈ ഓപ്ഷൻ ബൈങ് ചെയ്യുന്ന ആളുകൾ നിങ്ങളതിൽ എൻ്റെ പ്രത്യേകിച്ച് അന്ന് തന്നെ രാവിലെ ഇതെല്ലാം ഡേ ട്രേഡാണ്. മോർണിംഗിൽ ഈവനിങ് 3:30 യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഫ്രോം ദ മാർക്കറ്റ്. നെക്സ്റ്റ് ഡേ ക്യാരി ഫോർവേഡ് പാടില്ല ഓൾമോസ്റ്റ്. പിന്നെ അത് ഒരു ദിവസം കൂടി ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ, പക്ഷേ കൂടുതൽ ദിവസം നിങ്ങൾ ഓപ്ഷൻസ് ബൈ ചെയ്തിട്ട് ഒരിക്കലും വെക്കാൻ പാടില്ല. പിന്നെ ഞാൻ ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ആരെയും അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു അഡ്വൈസും അല്ല, ഒരു റെക്കമെൻഡേഷനാണ്. എൻ്റെ ലെവൽസ് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ട്രേഡ് ചെയ്യാം. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഏജൻ്റ് ഒന്നുമല്ല. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ പിന്നെ ഈ ലോകത്തിലുള്ള എല്ലാ സക്സസ്ഫുൾ പീപ്പിളിനും ദർ ഈസ് സംതിങ് കോമൺ, ദർ ഈസ് എ സിമിലാരിറ്റി. നിങ്ങളിപ്പം ബിൽ ഗേറ്റ്സിന് എടുത്താലും ബീറ്റിൽസിന് എടുത്താലും ഞാൻ പറയുന്നത് വെച്ചാൽ അവർക്കൊരു വാട്ട് ഈസ് എ കോമൺ തിങ് ബിറ്റ്വീൻ ദീസ് സക്സസ്ഫുൾ പീപ്പിൾ എന്ന് വെച്ച് ഞാൻ വിചാരിക്കുന്നത് അവരുടെ ഫോക്കസ് തന്നെയാണ്, അവരുടെ വർക്കിലുള്ള ഫോക്കസ് തന്നെയാണ് അത് അവരെ വലിയൊരു സക്സസ്സിലേക്ക് നയിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ 10,000 അവർ റൂൾ എന്ന് പറഞ്ഞാൽ 10,000 അവേഴ്സ് നിങ്ങളൊരു സബ്ജക്റ്റിന് മുകളിലോ ഏതെങ്കിലും ഒരു വർക്കിലോ കോൺസെൻട്രേറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ you will have an edge. Easily some others cannot come and conquer you. നമ്മൾ ക്രിക്കറ്റിൽ ഗവാസ്കർ എടുത്താലും അല്ലെങ്കിൽ കോഹ്ലി ആയാലും അല്ലെങ്കിൽ ഇന്നത്തെ വലിയ ക്രിക്കറ്റേഴ്സ് ആയാലും വലിയ വിംബിൾഡൺ ആയാലും നിൽക്കുന്നു, എത്ര മണിക്കൂർ ആ ഒരു ദിവസം അവരുടെ ലൈഫിൽ തന്നെ എത്ര മണിക്കൂർ ആ ഒരു ഗെയിമിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അങ്ങനത്തെ കൂട്ടർക്ക് മാത്രമേ അതിന് വിക്ടറി കൊടുത്തിട്ടുള്ളൂ. ഈ വിംബിൾഡൺ കോർട്ട്, ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത് അങ്ങനത്തെ കൂട്ടർക്ക് മാത്രമേ ഈ ഈഡൻ ഗാർഡനിൽ സെഞ്ചുറി അടിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ട്രേഡേഴ്സിന് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. എനിവേ നമുക്കിന്ന് മാർക്കറ്റിനെ കുറിച്ച് പറയാം. മാർക്കറ്റിൽ നിന്ന് ഞാൻ കണ്ട സിമെൻറ്റ് സ്റ്റോക്കാണ്. സിമെൻറ്റ് സ്റ്റോക്സ് ആർ റണ്ണിങ് ലൈക്ക് എനിത്തിങ്. സിമെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ സിമെൻറ്റ് ഇന്ത്യയെ പോലുള്ളൊരു കൺട്രിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാത്തൊരു രാജ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ കുറച്ച് റോഡും അതിനുണ്ടെങ്കിൽ തന്നെ ഇറ്റ്സ് ഓൾ പിന്നെ നമ്മളെ റിക്വയർമെൻറ്റ് കണക്കായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിലുണ്ട്. സോ സിമെൻറ്റ് കമ്പനീസിന് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇന്ത്യയിലെ സിമെൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ഈ എനി ടോം ഡിക്ക് ആൻഡ് ഹാരി കാനോട്ട് കം ഇൻ ദിസ് ഇൻഡസ്ട്രി. കാരണം അതൊരു ഭയങ്കര ഒരു കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളൊരു ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ ഇന്ത്യൻ സിമെൻറ്റ് ഇൻഡസ്ട്രി ലോബി ഇത് ചെയ്തിരിക്കുന്ന കുറച്ച് കമ്പനികളാണ്, കുറച്ച് ആൾക്കാർ, ആകെ 2-3 ആൾക്കാരുടെ കയ്യിലാണ് സിമെൻറ്റ് ഇൻഡസ്ട്രി മുഴുവനുള്ളത്. ഒന്ന് ബിർളൻ്റെ കയ്യിലാണ്, നിങ്ങൾക്കറിയാം, അൾട്രാടെക് സിമെൻറ്റ്.
പിന്നെ ഉള്ളത് അഡാനി ജി ആണ്. നമ്മളെ എ സി സി അംബുജ ഷാഗി സിമെൻറ്റ് ഇത് വാങ്ങിക്കുന്നതോടെ അയാൾ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സിമെൻറ്റ് പ്രൊഡ്യൂസിങ് കമ്പനിയാണ് അവർ. അഡാനിക്ക് നിങ്ങൾക്ക് അറിയാലോ, ഇൻഫ്രാസ്ട്രക്ചറിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ്. ആൻഡ് വെരി അഗ്രസീവ് കമ്പനി ആൻഡ് വെരി ഗുഡ് കമ്പനി. സോ അഡാനി ജിൻ്റെ കമ്പനികളെല്ലാം ഫ്ലൈയിങ് ലൈക്ക് എനിത്തിങ്സ്. അത് അഡാനി പോർട്ട് ആയാലും ശരി, അഡാനി എൻ്റർപ്രൈസ് ആയാലും ശരി, അംബുജ സിമെൻറ്റ്, എ സി സി, എവറി ഡേ ഇറ്റ് ഈസ് ഡൂയിങ് ഫാൻറ്റാസ്റ്റിക്കലി വെൽ. പിന്നെ നമ്മൾ സൗത്ത് ബേസ് ആയിട്ടുള്ള നമ്മളെ ഇന്ത്യ സിമെൻറ്റ്സ്, ശ്രീ സിമെൻറ്റ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ് ഒക്കെ ഓണറായുള്ള അവരെ സിമെൻറ്റ് കമ്പനീസ് ഉണ്ട് സൗത്ത് ബേസ്ഡ് ആയിട്ടുള്ള. പിന്നെ ഉള്ളത് നോക്കാൻ വെച്ചാൽ ഡാൽമിയ ഭാരത് സിമെൻറ്റ്. ഇതൊക്കെയാണ് വലിയ വലിയ സിമെൻറ്റ് കമ്പനികൾ നമ്മളെ ഇന്ത്യയിലുള്ളത്. സോ സിമെൻറ്റ് കമ്പനികൾ ഇന്ന് ഞാനൊരു അനലൈസ് ചെയ്യാന്ന് വെച്ചാൽ, സിമെൻറ്റ് കമ്പനിയെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ, അതിന് നമുക്ക് അംബുജ സിമെൻറ്റിൽ പോകാം. അംബുജ സിമെൻറ്റ് എന്ന് വെച്ചാൽ, അംബുജ സിമെൻറ്റ് ഇന്ന് ട്രേഡ് ചെയ്തിരിക്കുന്ന കറണ്ട് പ്രൈസ് നോക്കി ഞാൻ 657 ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ 200 DMA നോക്കുക വെച്ചാൽ 550 റുപ്യേൻ്റെ ലെവലിൽ കിട്ടണം. ആ സ്റ്റോക്ക് ലെവലിൽ കിട്ടിയാൽ അതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് അംബുജ സിമെൻറ്റ്. വളരെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള സ്റ്റോക്കാണ് അംബുജ സിമെൻറ്റ്. അതിൻ്റെ കപ്പാസിറ്റി പറയാമെന്ന് വെച്ചാൽ 31 മില്യൺ ടൺസ്, 6 ഇൻ്റഗ്രേറ്റഡ് സിമെൻറ്റ് മാനുഫാക്ചറിങ് പ്ലാന്റ്, 8 സിമെൻറ്റ് ഗ്രൈൻഡിങ് യൂണിറ്റ്സ് ഇന്ത്യയിലുള്ള ഒരു കമ്പനിയാണ് അംബുജ സിമെൻറ്റ്. അതിപ്പോൾ അംബുജയും എ സി സിയിൽ ഒരുമിച്ചായതുകൊണ്ട് അവരുടെ ലോജിസ്റ്റിക്സിലും എല്ലാം അവർക്ക് അഡ്വാൻറ്റേജ് കൂടുതലാണ്. പിന്നെ അതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഓൾമോസ്റ്റ് 70% അഡാനി ഫാമിലിൻ്റെ തന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ്. സോ ക്യാഷ് ഫ്ലോയിൽ നോക്കുക വെച്ചാൽ അത് വളരെ കംഫർട്ടബിളാണ് ഈ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ. കറണ്ട് അസറ്റ് നോക്കുക വെച്ചാൽ 24,000 കോടിന് മുകളിലുണ്ട്, 12 കോടി ലാബിലിറ്റി ഉണ്ട്. സോ ഓൾമോസ്റ്റ് ഡബിൾ ദ ലാബിലിറ്റി. സ്റ്റോക്ക് പി കുറച്ച് വാല്യൂ ഹൈ ആണ്. അത് ഒന്ന് ലോവർ ലെവലിൽ ഞാൻ കാണുന്ന ബൈങ് ലെവൽ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 550 റുപ്യ ലെവലിൽ കിട്ടിയാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കമ്പനി ആയിരിക്കും അംബുജ സിമെൻറ്റ്. ഇറ്റ്സ് എ വെരി ഗുഡ് കമ്പനി അംബുജ സിമെൻറ്റ്. പിന്നെ വരുന്ന എ സി സി, അതും സെയിം ഗ്രൂപ്പാണ്. ഇവരെ അഡാനി ഗ്രൂപ്പിൻ്റെ തന്നെ കമ്പനിയാണ്. സോ ഇവർക്ക് റെഡി മിക്സ് കോൺക്രീറ്റുള്ളൊരു കമ്പനിയാണ് എ സി സി എന്ന് പറയുന്നത്. എ സി സിൻ്റെ ഇന്നത്തെ വാല്യൂ 2760 എന്ന ഹയസ്റ്റ് പോയത്. ഇന്ന് ക്ലോസ് ചെയ്തത് 2600. സോ ഈ എ സി സിക്ക് ഇനിയും ഗ്രോ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം എ സി സിൻ്റെ പ്രൈസ് ഒരു 2600 താഴത്ത് നല്ലൊരു പ്രൈസ് തന്നെയാണ്. അത് വാങ്ങിച്ചു വെക്കാൻ പറ്റിയ പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ കാരണം അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാൽ ഓൾമോസ്റ്റ് 60% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 2.98. സോ എ സി സി സിമെൻറ്റ് നിങ്ങൾ നോക്കുക. ഇത് എല്ലാവർക്കും അറിയുന്ന കമ്പനിയായിരിക്കും എ സി സി സിമെൻറ്റ്. പിന്നെ നമ്മൾ ഇന്ത്യയിലെ നമ്പർ 1 സിമെൻറ്റ് കമ്പനി തന്നെ അൾട്രാടെക് സിമെൻറ്റ് കമ്പനിയാണ്. അത് ബിർലാൻ്റെ കമ്പനിയാണ്. അവർക്ക് 114 MTP ഇന്ത്യയിലുള്ള കപ്പാസിറ്റിയുള്ള യൂട്ടിലൈസേഷൻ, ഓൾമോസ്റ്റ് അത് 75% കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഉള്ള കമ്പനിയാണ്. അവർക്ക് 7 ടെർമിനൽസ് ഉണ്ട്, ബൾക്ക് ടെർമിനൽസ്. സ്റ്റോക്കിൻ്റെ പി യു ഇന്ന് 45 ആണ്. പക്ഷെ അത് കുറച്ച് കൂടിയായിട്ടൊക്കെ തോന്നുന്നത്. 11,131 ക്ലോസ് ചെയ്തിട്ടുണ്ട്. 11,229. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ എവറി ഡേ ഇറ്റ് ഈസ് യു ഡോണ്ട് ഗെറ്റ് എ ചാൻസ് ടു ബൈ. ഞാൻ ഈ സ്റ്റോക്കുകൾ കഴിഞ്ഞ 5 കൊല്ലമായി വാച്ച് ചെയ്യുന്നു. എല്ലാ ദിവസവും നമ്മൾ ഈ സ്റ്റോക്ക് നമുക്ക് വാങ്ങിക്കാന്നിരിക്കും. ഒരിക്കലും നമ്മൾക്ക് ഇത് കിട്ടാറില്ല. കാരണം ഈ സോ ഫ്ലൈങ് അപ്പ് 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 അപ്പ്. ഇത് എവിടെയാണ് വേർ വി ക്യാൻ ബൈ, അവിടെയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. ഈ സെയിൽസ് ഗ്രോത്തും അതിൻ്റെ ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻസും ലാബിലിറ്റിയും കറണ്ടും ഈസ് എ ഫാൻറ്റാസ്റ്റിക് കമ്പനി അൾട്രാടെക് സിമെൻറ്റ്. പക്ഷേ നമ്മൾ പറയുന്ന പോലെ ഈ മോട്ട ഹാത്തി ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടാൻ. നിങ്ങൾ നോക്കണം, ഞാനൊരു 5 ഇയർ 5 കൊല്ലത്തെ ഒരു ഗ്രാഫ് എടുക്കുകയെന്ന് വെച്ചാൽ 5 കൊല്ലം വരുമെന്ന് വെച്ചാൽ അത് 2020 ആ കോവിഡ് സമയത്തായിരുന്നു അത് വാങ്ങേണ്ട സമയം. ഏകദേശം 3,500 റുപ്യേൻ്റെ ട്രേഡ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു. ആ 3,500 റുപ്യ ഇത് ഈ കഴിഞ്ഞ 2023 ട്രേഡ് 6,700 റുപ്യാണ്. 2024 ആ സമയത്ത് ഓൾമോസ്റ്റ് അത് 11,000. സി ദ അപ്രിസിയേഷൻ. 6,000 റുപ്യ 6,500 സ്റ്റോക്ക് 11,000 റുപ്യയിലൊക്കെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു കൊല്ലം എടുത്തിട്ടില്ല, ഒരു കൊല്ലം കംപ്ലീറ്റ് എടുത്തിട്ടില്ല. സോ വാട്ട് ദ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റോക്ക്.
ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ ബൾക്കായിട്ടൊന്നും വാങ്ങാതെ ഒരു സ്റ്റോക്ക് ഇങ്ങനെ ഒരു 10 സ്റ്റോക്സ് 5 സ്റ്റോക്സ് ആക്കിയിട്ട് എവറി ഡിപ്പ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് കീപ് ഇറ്റ്, ഡോണ്ട് സെൽ ദാറ്റ് അൾട്രാടെക് സിമെൻറ്റ്. ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റോക്ക് അൾട്രാടെക് സിമെൻറ്റ്. അതിനെക്കുറിച്ച് എനിക്ക് അൾട്രാടെക് സിമെൻറ്റ് പണ്ട് പിന്നെ നിങ്ങൾ എത്ര കാലം ഹോൾഡ് ചെയ്യുന്നു ആ സ്റ്റോക്ക് അത്രയും നല്ലതാണ്. ഇത് ഈ SCC അംബുജ അൾട്രാടെക് എന്ന് പറയുന്നത്. കാരണം പണ്ടാറ് ടൈം ഈസ് ദ ഫ്രണ്ട് ഓഫ് എ വണ്ടർഫുൾ ബിസിനസ് എന്നാണ്. ദ എനിമി ഓഫ് ദ മീഡിയോക്കർ എന്ന് പറഞ്ഞിട്ട് ഈ ബഫറ്റ് എനിക്ക് പറഞ്ഞത്. സോ അത് നിങ്ങൾ എത്ര കാലം ഹോൾഡ് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് നല്ലത്. പിന്നെ എനിക്ക് ഡാൽമിയ ഭാരത് സിമെൻറ്റ്, ഇത് സ്ട്രോങ് സിമെൻറ്റ് തന്നെ ഡാൽമിയ ഭാരത്, പക്ഷേ അത്ര വലിയൊരു ഗ്രോത്ത് കാണിച്ചിട്ടില്ല ഈ സ്റ്റോക്ക്. സോ ഇതിൻ്റെയൊക്കെ റിട്ടേൺ ഓൺ ഈക്വിറ്റി നോക്കുക വെച്ചാൽ 4.78 അതിൻ്റെ റിട്ടേൺ ഇക്വിറ്റി. അതേസമയത്ത് റിട്ടേൺ ഓൺ ഈക്വിറ്റി അൾട്രാടെക്കിനെ നോക്കുക വെച്ചാൽ ഈ സോളിന് 12% റിട്ടേൺ ഓഫ് ഇക്വിറ്റി കൊടുത്തിട്ടുണ്ട്. ACC അഡാനിൻ്റെ എല്ലാ ഗ്രൂപ്പും നിങ്ങൾക്ക് അറിയാലോ, റിട്ടേൺ ഓഫ് ഇക്വിറ്റി വെരി ഗുഡ് റിട്ടേൺ ഓഫ് ഇക്വിറ്റി 14%. മറ്റേ ഇതിൽ അംബുജയിലെ ഓൾമോസ്റ്റ് റിട്ടേൺ ഓഫ് ഇക്വിറ്റി 10%. ACC എനിക്ക് നല്ലൊരു ഇനിയും ഫർദറായിട്ട് ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിന് 14% റിട്ടേൺ ഓഫ് ഇക്വിറ്റി കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രി P 29, സ്റ്റോക്കിൻ്റെ P 22. സോ ഇറ്റ് ഈസ് പ്രൈസ് വൈസ് സ്റ്റോക്ക് അത്ര എക്സ്പെൻസീവ് അല്ല, അതാണ് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് ഈ അൾട്രാടെക് സിമെൻറ്റ്, ഡാൽമിയ ഭാരത് എന്ന് പറഞ്ഞ കമ്പനി, ഈ സ്റ്റോക്ക് അത്ര വലിയ ഗ്രോത്ത് കാണിക്കാത്തൊരു കമ്പനിയാണ്. പക്ഷേ അഗെയിൻ റിട്ടേൺ ഓഫ് ഈക്വിറ്റി നോക്കുമ്പോൾ ഒരു 4% തരുന്നുള്ളൂ. ഡാൽമിയ ഭാരത് ഓൾസോ ഗുഡ് കമ്പനി ആക്ച്വലി. 1821 ഇത് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ ഹൈ പോയത് 2400 രൂപ പോയിട്ടുണ്ട് ഡാൽമിയ ഭാരത്. ഈസ് അഗെയിൻ പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ ഒരു 5% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള കമ്പനിയാണ്. പിന്നെയുള്ളതാണ് ശ്രീ സിമെൻറ്റ്. ഇത് സൗത്ത് ഇന്ത്യൻ ബേസ് സിമെൻറ്റാണ്. അവർ പറയുന്നത് അവർ ഇന്ത്യയിലെ 3ാമത്തെ ലോവസ്റ്റ് കോസ്റ്റ് പ്രൊഡ്യൂസർ ഇൻ ദ കൺട്രി എന്നാണ് സിമെൻറ്റിനെ കുറിച്ച് പറയുന്നത്. അതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പം പറയാൻ വെച്ചാൽ 27,500 ആണ് അതിൻ്റെ പ്രൈസ്. 30,700 വരെ പോയിട്ടുണ്ട് ശ്രീ സിമെൻറ്റ്. ഇതൊരു സൗത്ത് ഇന്ത്യ ബേസ് കമ്പനിയാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാൽ 52% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. സ്റ്റോക്ക് P41 കുറച്ചൊരു എക്സ്പെൻസീവ് ആണ് ഈ സ്റ്റോക്ക്. സോ ഇത് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ വെക്കുക, അത് ഈ ശ്രീ സിമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഈ ഇന്ത്യ സിമെൻറ്റ് ഉണ്ട്. ഇന്ത്യ സിമെൻറ്റ് ഈസ് ഓൾസോ എ ഗുഡ് കമ്പനി. ഇന്ന് ഇന്ത്യ സിമെൻറ്റ് നന്നായി മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ സിമെൻറ്റിൻ്റെ ഇബിറ്റ് ലാസ്റ്റ് ഇയർ ഞാൻ നെഗറ്റീവാണ് കാണുന്നത്. റിട്ടേൺ ഓൺ ഈക്വിറ്റി നെഗറ്റീവാണ് കൊടുക്കുന്നത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ കുറവാണ്. സോ ഇന്ത്യ സിമെൻറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇന്ത്യ സിമെൻറ്റ് ആണല്ലോ മറ്റേ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ ഈ ഇന്ത്യ സിമെൻറ്റാണ്. അറിയായിരിക്കും ക്രിക്കറ്റ് ചെന്നൈ സൂപ്പർ കിങ്സ്. സോ അത് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇന്ത്യ സിമെൻറ്റ്. പക്ഷേ നിങ്ങൾ ഈ 3 സ്റ്റോക്സ് ACC, അംബുജ, അൾട്രാടെക് മാർക്കറ്റ് ലീഡർ. അതിൽ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നിപ്പം ACC തന്നെയാണ്, സിമെൻറ്റ് സ്റ്റോക്സ്. സോ സിമെൻറ്റ് സ്റ്റോക്സ് ഈസ് നല്ല സ്റ്റോക്സാണ്. പിന്നെ നിങ്ങളൊരു കമ്പനീനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് കമ്പനീൻ്റെ മാർക്കറ്റ് ക്യാപ്പും അതിൻ്റെ അസറ്റും നോക്കിച്ചാൽ അതിൻ്റെ കമ്പനീൻ്റെ ഈ വോൾ അസറ്റിനെക്കാട്ടും ചെറിയ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടെങ്കിൽ ആ കമ്പനി ഒരു വർത്ത് ബൈയിങ് ആണെന്ന് നോക്കുക വെച്ചാൽ അത് വാല്യൂ വൈസ് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് കിട്ടും. പക്ഷെ അതിന് പല പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ ചില സമയത്ത് കമ്പനീൻ്റെ റവന്യൂ ഉണ്ടാവില്ല, നെഗറ്റീവായിരിക്കും, ഇങ്ങനെയുള്ള പക്ഷെ അങ്ങനെയുള്ള കമ്പനി റിസ്ക് എടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായി എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ അസറ്റ് കൂടുതലും നിങ്ങളതിൽ വലിയൊരു അസറ്റ് ഉണ്ട്, പക്ഷെ നിങ്ങളെ മാർക്കറ്റ് ക്യാപ്പ് അതിനെക്കാട്ട് കുറവെങ്കിൽ യുവർ ബൈങ് വെരി ചീപ്പ് അസറ്റ് അതാ ഞാൻ പറഞ്ഞു. സോ ഈ കമ്പനിക്കൊക്കെ ഒരു ലോങ് ടേം കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള കമ്പനി ഞാൻ പറഞ്ഞു. ACC, അംബുജ, ഈ കമ്പനികളൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനികളാണ്. ഇതൊക്കെ ഈ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. മേ ബി യു ക്യാൻ കുറച്ചൊന്ന് താണാൽ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റീസണബിൾ പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ വെൻ ദർ ഇസ് സം ബ്ലഡ് ഇൻ ദ മാർക്കറ്റ് ദാറ്റ് ടൈം യു ക്യാൻ എൻ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വേറൊരു ഇൻവെസ്റ്റ് ചെയ്തതും ഈ ACC, അംബുജയിൽ ഈ അൾട്രാടെക് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ 10, 5 ഇങ്ങനെയുള്ള കുറച്ച് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ക്യാൻ ബി എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാൻ കാണുന്നത്. സോ ഇതാണ് സിമെൻറ്റ് സ്റ്റോക്സിനെ കുറിച്ച് എനിക്കിത് പറയാനുള്ളത്. ഇന്നത്തെ മാർക്കറ്റിൽ എനിക്ക് പറയാനുള്ളത് മാർക്കറ്റ്
എന്ന് കണ്ടത് നന്നായി ചെയ്ത സ്റ്റോക്കുകളൊക്കെ ഈ ഒരു സ്റ്റോക്ക് ഞാൻ റെക്കമെൻഡ് എനിക്കിപ്പോൾ നന്നായിട്ട് തോന്നുന്ന സ്റ്റോക്ക് എന്ന് വെച്ചാൽ റെയ്മണ്ടാണ്. റെയ്മണ്ട് ഞാൻ കാണുന്നത് വാല്യൂ ബൈ വളരെ ചീപ്പായിട്ട് എനിക്ക് തോന്നിപ്പോൾ റെയ്മണ്ട്. സോ റെയ്മണ്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നാളത്തെ മാർക്കറ്റിൽ റെയ്മണ്ട് എങ്ങനെ പോകുന്നില്ല ഒരാഴ്ച നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. സോ റെയ്മണ്ടിൻ്റെ കറണ്ട് പ്രൈസ് നോക്കുകയെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ 2900 റേഞ്ചിലാണ് അത് ചെയ്യുന്നത്. സോ റെയ്മണ്ട് ഒരു വളരെ സ്ട്രോങ് കമ്പനി ആയിട്ട് എടുക്കുന്നു. ഇതൊക്കെയാണ് നാളെ രാവിലെ ഞാൻ എൻ്റെ ആസ് യൂഷ്വൽ മോർണിംഗിൽ എൻ്റെ നിഫ്റ്റി ലെവൽസ് അപ്ഡേറ്റ് ചെയ്യും. സോ കീപ് വാച്ചിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്.